വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കി തമിഴ്നാട് നിയമസഭ. കേരളത്തിന് പിന്നാലെയാണ് തമിഴ്നാടിൻ്റെ നീക്കം. അതേസമയം നീക്കത്തെ വിമർശിച്ച് AIADMK രംഗത്തെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ മുസ്ലിം പ്രീണന പ്രസ്താവനകളുമായി രംഗത്തെത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണ ഒപ്പം ചേരുന്നു. ജിഷ്ണു, പറയൂ. കൃഷ്ണാജി, തമിഴ്നാട് നിയമസഭയിൽ ഇന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രമേയം അവതരിപ്പിച്ചത്. ഇന്ന് തമിഴ്നാട് സർക്കാർ നിയമസഭയിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രമേയം പാസാക്കുകയും ആ അവതരണ വേളയിൽ തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇതിന് വാദമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്, നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത്, ഇത്തരത്തിൽ ഈ വഖഫ് നിയമ ഭേദഗതി മുസ്ലിം വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ്, അതുകൊണ്ട് അതിനെ എതിർക്കേണ്ടതുണ്ട്, അതുകൊണ്ട് തമിഴ്നാട് സർക്കാർ അതിനെ എതിർത്തുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കുന്നു എന്നുള്ള പ്രതികരണമാണ് MK സ്റ്റാലിൻ നടത്തിയിട്ടുള്ളത്. അതിനെതിരെ ഇതിനോടകം രൂക്ഷമായ വിമർശനങ്ങൾ BJPയുടെ കേന്ദ്രമന്ത്രി മാർ, ഒപ്പം NDA മന്ത്രിസഭയിലെ ചിരാഗ് പാസ്വാൻ ഉൾപ്പെടെയുള്ളവരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് മുസ്ലിമുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിനുമുള്ള നാടകങ്ങളാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് എന്ന പ്രതികരണമാണ് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ നടത്തിയിട്ടുള്ളത്. കാരണം ഈ ബില്ല് വിശദമായി പരിശോധിച്ചിട്ടുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ജഗദാംബിക പാൽ കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയത് വഖഫ് നിയമ ഭേദഗതി ബില്ലിനും മതസ്വാതന്ത്ര്യവും തമ്മിൽ യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ല. വഖഫ് ബോർഡ് എന്നുള്ളതൊരു മതസ്ഥാപനമല്ല. വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുള്ള നടപടികളാണ് വഖഫ് നിയമ ഭേദഗതികളിലൂടെ കൊണ്ടുവരുന്നത് എന്ന് അടിവരയിട്ടുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കൃത്യമായി പഠിക്കുകയും പരിശോധിക്കുകയും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സന്ദർശിക്കുകയും ചെയ്ത ജഗദാംബിക പാൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ തമിഴ്നാട് സർക്കാർ ഇത്തരത്തിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിക്കൊണ്ട് അതിനെ ന്യായീകരണമായി പറഞ്ഞിട്ടുള്ളത് വഖഫ് നിയമ ഭേദഗതി മുസ്ലിം വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്ന വാദവും ന്യായീകരണവും ഉയർത്തിയാണ് ഇത്തരത്തിൽ തമിഴ്നാട് സർക്കാർ നിയമസഭയിൽ പ്രമേയം പാസാക്കിയിട്ടുള്ളത്. BJP MLA മാർ, വനജീത് കുമാർ ഉൾപ്പെടെയുള്ള BJP MLA മാർ അതിനെ അതിശക്തമായി എതിർക്കുകയും അതിനെതിരെ എതിർപ്പ് രേഖപ്പെടുത്തുകയും നിയമസഭയിൽ തന്നെ എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ കർണാടക സർക്കാർ അതിനു മുൻപ് കേരളത്തിലും ഇത്തരത്തിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിയമസഭകളിൽ പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യം, പശ്ചാത്തലം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ പ്രമേയം അവതരിപ്പിക്കുമ്പോഴും വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ചൂണ്ടിക്കാട്ടുന്ന കാര്യം എന്നുള്ളത് നിയമ ഭേദഗതി മുസ്ലിമുകൾക്കെതിരാണ് എന്ന പ്രചാരണം നടത്തുകയാണ്. അതിന് കൃത്യമായ മറുപടി കഴിഞ്ഞ ദിവസം ജഗദാംബിക പാൽ നടത്തിയിരുന്നു. മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, OIC കൂടാതെ ചില രാഷ്ട്രീയ പാർട്ടികളും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന കൃത്യമായ പ്രതികരണം കഴിഞ്ഞ ദിവസം ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ നടത്തിയിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നിയമസഭയിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി ജിഷ്ണു.